ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ആപ്ലിക്കേഷനെയാണ്. ഈ 3 ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷനുകൾ. ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റമദാൻ മാസത്തെ വരവേൽക്കാൻ നിൽക്കുന്നവരാണ്. ഏതാനും ദിവസങ്ങൾക്കകം റമദാൻ വരികയാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും നിസ്കാരത്തെക്കുറിച്ചുള്ള പൂർണ്ണ രൂപവും ഖുർആൻ മലയാളത്തിലുള്ളതും അതിന്റെ അർത്ഥസഹിതം നമുക്ക് ഓതി കേൾപ്പിച്ചു തരുന്നതുമായ ഒരു ആപ്ലിക്കേഷൻ 3 ആപ്ലിക്കേഷനുകളാണ് ദിക്ർ, അതുപോലെ ദുആ. അങ്ങനെയുള്ള 3 ആപ്ലിക്കേഷനെയാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടും, എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ആദ്യമായി നമുക്ക് നിസ്കാരം എന്നുള്ള ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. 3 ആപ്ലിക്കേഷനും വളരെ കുറഞ്ഞ MB ഉള്ള ആപ്ലിക്കേഷനാണ്. ഈ ഒരു മാസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ഒക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതുപോലെയൊക്കെ ഇന്റർഫേസ്, ഇതിൽ നിന്ന് വുളു എടുക്കുക, ഖിബിലക്ക് നേരെ തിരിയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. സെറ്റപ്പ് 1 എന്നുള്ള ഈ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സെറ്റപ്പ് 2, നിയ്യത്ത് മനസ്സിൽ കരുതുക. സെറ്റപ്പ് 3, സെറ്റപ്പ് 4 വജ്ജഹത്തു, തക്ബീർ കിട്ടിയതിന് ശേഷം വജ്ജഹത്ത് ഓതാനുള്ളതാണ്. അതിന്റെ അർത്ഥസഹിതമുണ്ട്. ഈ വജ്ജഹത്ത് ഓതാൻ ബുദ്ധിമുട്ടുള്ളവർ അതിന്റെ ഓതി കേൾപ്പിച്ചു തരാനും ഇതിലുള്ള സൗകര്യമുണ്ട്. ഈ പ്ലേ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിസ്കാരത്തിൽ എന്തൊക്കെ ചെല്ലേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഓഡിയോ സഹിതം ഇതിലുണ്ട്. ഇന്ന് നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. 11 സെക്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ നിന്നും ഓരോന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അടുത്ത നമുക്ക് ദുആ, ഈ റമദാൻ മാസത്തിലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്ർ ദുആ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഇന്റർഫേസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ദുആ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഞാൻ ഇപ്പോൾ 6ാമത്തെ നബി അധികമായി ചെല്ലാറുണ്ടായിരുന്ന പ്രാർത്ഥന, ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നബി ചെല്ലാറുള്ള പ്രാർത്ഥന, അതിന്റെ അർത്ഥസഹിതം മലയാളത്തിലുമുണ്ട്. ഓക്കെ, അതുപോലെ ഒരുപാട് ദുആകൾ ഇതിലുണ്ട്. ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഖുർആൻ, ഏറ്റവും വിലപ്പെട്ട നമ്മുടെ ഖുർആനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും ഇതിന്റെ ഇന്റർഫേസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 114 സൂറത്തുകൾ ഫുൾ ഇതിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് സൂറത്താണ് വേണ്ടത്, ഇപ്പോൾ അൽ ഫാത്തിഹ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിന്റെ അൽ ഫാത്തിഹ എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കാണാം അർത്ഥസഹിതം ഫാത്തിഹ ഫുൾ ഇതിലുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഓഡിയോ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന പ്ലേ ബട്ടണിൽ ഒന്ന് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചോദിക്കും. ഡൗൺലോഡ് ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കേൾക്കുന്നതാണ്. صراط الذين أنعمت عليهم غير المغضوب عليهم
എങ്ങനെ ഡൗൺലോഡ് ചെയ്യൽ, ഈ ഓഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ MP3 പ്ലെയറിലേക്ക് എത്തിക്കലെന്ന് നമുക്ക് നോക്കാം. അതിനിപ്പോൾ ഒരു സൂറത്ത് എടുക്കാം. നാട്ടിലായതുകൊണ്ട് MB വളരെ കമ്മിയാണ്. അതായത് ചെറിയൊരു ആയത്ത് ഞാൻ എടുക്കുന്നു, സൂറത്ത് ഞാൻ എടുക്കുന്നു. ഇതിൽ 108-ാമത്തെ കൗദർ എന്നുള്ള ഈ ഒരു സൂറത്ത് സൈഡിലുള്ള പ്ലെയർ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിംഗ് നടക്കുന്നതായിട്ട് കാണാം. എന്നതിന് ശേഷം അത് കേൾക്കുന്നത് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് ഏത് സൂറത്താണെങ്കിലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൽ യാസീൻ എല്ലാ സൂറത്തുകളും ഇതിലുണ്ട്. ഇത് നിങ്ങൾ റമദാൻ മാസത്തിൽ ഉപകാരപ്പെടുത്താൻ നോക്കുക. ഓക്കെ, ഈ 3 ആപ്ലിക്കേഷനും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. ഈ റമദാൻ മാസത്തിൽ ഈ ഒരു മാസമെങ്കിലും ഈ ഒരു 3 ആപ്ലിക്കേഷനുകളും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഇതുവരെ ചെയ്ത പോസ്റ്റുകളിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം എന്ന് ഇതോടൊപ്പം ഞാൻ പറയുന്നു. അതോടൊപ്പം എൻ്റെ ഈ ഒരു ചെറിയ കുടുംബത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉൾക്കൊള്ളിക്കണം. ഓക്കെ ഫ്രണ്ട്സ്.